എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി പോയെങ്കിലും ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓസ്ട്രേലിയയിൽ ആഘോഷ ഓണ വിശേഷങ്ങൾ ഈ വ്ളോഗിൽ ഞാൻ കാണിക്കാം. ഓണത്തിന് എല്ലാവരും കറികളൊക്കെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കാറാണ് പതിവ്. അതുകൊണ്ട് എനിക്കുണ്ടാക്കാൻ കിട്ടിയൊരു സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചടിയും പൈനാപ്പിൾ മധുരക്കറിയും അതുപോലെ തന്നെ തീയലും നമ്മുടെ പായസമാണ് കേട്ടോ. ഈ ഒരു ഐറ്റത്തിലോട്ട് നമ്മൾ പാവയ്ക്ക നല്ല മഞ്ഞളും ഉപ്പും ഒക്കെ തിരുമിയതിന് ശേഷം അത് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഒരു മിക്സിയിലോട്ട് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കടുകും ഉലുവയും കുറച്ച് ജീരകമൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ നോർമലായിട്ടുള്ള തൈര് ഒരു പാത്രത്തിലോട്ട് നല്ലപോലെ ഒഴിച്ച് അതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെക്കുന്ന പാവയ്ക്കയിട്ട് നമ്മുടെ അരപ്പും കൂടെ അരച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കടുകൊക്കെ താളിച്ച് അതിലോട്ട് ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ആയിട്ടായ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡിയായി. അടുത്ത തീയലിന് ഞാൻ ഉള്ളിത്തീയലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഈ വറുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ മധുരക്കറിക്കുള്ള പൈനാപ്പിൾ ഒരു കുക്കറിലിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്നൊക്കെ മാറി നമ്മൾ ഓരോ കൺട്രീസിൽ ഇങ്ങനെ ഇതുപോലെ ജീവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള ഓരോ ഫങ്ഷൻസ് ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പിള്ളേർ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകളും ഓണം എങ്ങനെയായിരുന്നു എന്നൊക്കെയൊന്നും അവർക്കൊരു ഐഡിയ പോലും ഇല്ല. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലും എന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതും പിള്ളേരൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിക്കുന്നത് അവരുടെ മെമ്മറിയിലും അതൊരു ഓണം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ അന്ന് ഇന്ത്യൻ ഡ്രസ്സസ് ഇടണമെന്നും മുല്ലപ്പൂവൊക്കെ വെക്കണമെന്നും നമ്മുടെ സദ്യയൊക്കെ വാഴയിലെല്ലാം കഴിക്കണമെന്നുള്ളതും അത്തപ്പൂവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ടാസ്ക് റെഡി ആയിട്ടോ. നമ്മുടെ പാവയ്ക്ക കിച്ചടിയും പൈനാപ്പിൾ മധുരക്കറിയും അതുപോലെ തന്നെ ഉള്ളി തീയലും നമ്മുടെ പായസവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ ഇന്ന് ഇടാൻ പോകുന്ന ഓൺ ഔട്ട്ഫിറ്റ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും ഇസക്കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഓണം ഔട്ട്ഫിറ്റ് ഞാൻ ചെയ്തത് നമ്മുടെ നാട്ടിലെ മൂവാറ്റുപുഴയിലെ രേവതി വെഡ്ഡിങ് കളക്ഷൻസിൽ നിന്നാണ് കേട്ടോ. മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഒരു ഹാഫ് സാരി അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. കൃത്യസമയത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സാധനം പാർസലായിട്ട് ഇവിടെ എത്തിട്ടോ. അങ്ങനെ ഞാൻ ഇസക്കുട്ടിയൊക്കെ ടിന്നിങ് ചെയ്ത് ബിബി മുണ്ടും ജുബയൊക്കെ ഇട്ട് ഞങ്ങളിത് റെഡിയായി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചിനാണ് കേട്ടോ ഓണസദ്യ പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വന്ന കറികളൊക്കെ നിരത്തി ഇവിടെ വച്ചേക്കുവാണ്. അങ്ങനത്തെ 2 കൂട്ടം പായസമൊക്കെ ആയിട്ടുള്ള വിഭവ സമൃദ്ധമായ ഓണസദ്യ ഇവിടെ റെഡി. കുറേ ഫോട്ടോ സെക്ഷൻസും അതുപോലെ കുറേ ഓടിയൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായി വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സദ്യ വിളമ്പിയത് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്കാട്ടോ. അവർക്കുള്ള ഇല ആയതുകൊണ്ട് കുറച്ച് കറികളും അവർക്ക് കഴിക്കാൻ സാധ്യതയുള്ള കറികളൊക്കെയാണ് നമ്മൾ കൂടുതലും വിളമ്പിയത് കേട്ടോ. പക്ഷെ എല്ലാവരും നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് അത് കഴിച്ചു കേട്ടോ. ഇങ്ങോട്ട് നോക്ക്
പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ്റെ സമയമായിട്ടോ, ഫാമിലി ഫോട്ടോസും പിള്ളേരുടെ ഫോട്ടോസും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ ചിലവഴിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങളും പിള്ളേരും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓണപ്പൂക്കളമിട്ടത്. ഈ വർഷം പൂക്കളിടാനായിട്ട് ഞങ്ങൾക്ക് അത്രത്തോളം പൂക്കളൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ആർട്ടിഫിഷ്യൽ പൂക്കളം വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഫോട്ടോ എടുത്തിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾക്ക് സദ്യ കഴിക്കേണ്ട സമയമായിട്ടോ. കുറച്ച് പേര് വിളമ്പുമ്പോൾ കുറച്ച് പേര് കഴിക്കും. അങ്ങനെ ഞങ്ങൾ ടേൺ എടുത്താണ് കേട്ടോ എല്ലാവരും സദ്യ കഴിച്ചത്. എന്താണെന്ന് അറിയില്ല കേട്ടോ, എല്ലാ വർഷത്തെക്കാളും ഞങ്ങൾ ഉണ്ടാക്കിയ സദ്യയിൽ ഈ വർഷത്തെ സദ്യയായിരുന്നു ഏറ്റവും അടിപൊളിയായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എല്ലാ കറികളും തന്നെ അടിപൊളിയായിരുന്നു. എനിക്ക് സാമ്പാർ വേണേ, നല്ല രുചിയുള്ള സാമ്പാർ. ആരാണോ ഉണ്ടാക്കിയത്? ആരെവിടെ ഉണ്ടാക്കി വെച്ചായിരുന്നു, പിന്നെ നമ്മള് മേമ്പൊടി ഇട്ടോണ്ട് കഴിക്കാം. ഇട്ട് വെച്ചതാ. ഞാൻ പിന്നെ കൊറേയൊക്കെ നോക്കിയാൽ ഓരോന്നിനും ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കണം. വറുത്തരച്ചുണ്ട് ഒരു പഴവും കൂടെ പപ്പടം വേണം. സിമി വെട്ടു, സിമി കളിക്കാൻ തൊഴിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പഴമെടുക്കുക, പഴമിങ്ങനെ സിമി ഡയറ്റിംഗ് ആണെന്ന് അറിയില്ലായിരുന്നു. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം നമ്മൾ പപ്പടം ഇങ്ങനെ വെക്കുക, ഇങ്ങനെ പൊഴിക്കുക, പഴം ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കുഴക്കാം, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് 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 ഇങ്ങനെ എടുക്കുക. അടിപൊളി. അടിപൊളി. ഇങ്ങനെ കഴിച്ചാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. രണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും അല്ല പക്ഷെ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോഴേ അവിടെ കിട്ടുന്നില്ല. പക്ഷെ എന്റെ പായസം എനിക്ക് പായസം തരുമോ? ഉത്തരം പറയാൻ പറ്റില്ല. വെള്ളം ഫുള്ള് കഴിച്ചിട്ടാണോ? അയ്യോ അയ്യോ നല്ല 2 പ്രാവശ്യം ചോറ് വാങ്ങിച്ച് കഴിച്ചു. ചേച്ചി മിൽക്ക് ആണോ? ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അയ്യോ സദ്യ സൂപ്പറാണോ? പാപ്പു വേണോ? ഞാൻ ഉറക്കം വരുന്നുണ്ട്. അതാ കണ്ടോ, ചെവി മാത്രം ഉണ്ടോ? അങ്ങനെ അടുത്ത പായസം നമ്മൾ ഫോക്കസ് ചെയ്തേക്കുകയാണ്. നെക്സ്റ്റ് പായസം എനിക്ക് ആ ചിപ്സ് തരൂ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം, പക്ഷെ എന്ത് കഴിക്കണം. വാവ്, എന്തോ അങ്ങനെ അടിപൊളി. നൈസ്. ഞാനും ഏകദേശം ഒക്കെ എടുത്ത് വന്നു. എന്റെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. സി കഴിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടേതാ? എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ല, അതാണ് ഇഷ്ടമല്ല. കറികൾ എങ്ങനെയുണ്ട്? എടി എങ്ങനെ കറി? കറിയെല്ലാം സൂപ്പറാണ്. നല്ല സൂപ്പർ. എനിക്ക് ഉള്ളിത്തീല് നല്ല ഇഷ്ടമായി. നല്ല പായസത്തിന് ഏറ്റവും കറി ഇഷ്ടപ്പെട്ട പായസം ഏതാ? അടിപൊളിയായിരുന്നു. 2 പായസവും കൊള്ളാം. ഓവർ മധുരമില്ല, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ കഴിക്കുന്ന നമ്മുടെ ഓണസദ്യ ഇവിടെ ഓണസദ്യ ഫിനിഷ് ആയിരിക്കും. പെട്ടെന്ന്
വേണ്ടാന്നോ? അങ്ങോട്ട് പോകുന്നവർ അപ്പുറത്തല്ലേ വേണ്ടതേ? അങ്ങോട്ട് ഞാൻ ഇവിടെ നടത്തല്ലോ. നീ കഴിക്കും ഫസ്റ്റ്. ഇനി ആരൊക്കെ ഇരിക്കുന്നേ? നീ എന്തായാലും ഉണ്ട്. ഈ സെറ്റ് നീ എന്തായാലും ഉണ്ട്. എന്തായാലും ഇട്ടു. ഇഞ്ചിക്കറിയും കൊടുക്കാം. ചോറ് വിളമ്പടേ? കറി മൊത്തം ആയോടാ? ഓലൊന്നും ഞങ്ങൾക്ക് വിളമ്പിയിട്ടില്ലായിരുന്നു കേട്ടോ. ഓല ആരും വിളമ്പി. ഇന്ന് നമ്മള് കഴിച്ചേ പറ്റൂ. നിനക്കെന്താ പ്രഷർ ഉണ്ടോ? അതാണ് പരിക്കൂട്ടി കൊടുത്തു. ഇതിന് പതുക്കെ നീ വന്നോടാ. എന്റെ ചേട്ടന് ആരെങ്കിലും ഇച്ചിരി ചോറ് കൊടുക്കും. പപ്പടം പപ്പടം എന്റെ ചേട്ടൻ എടി, ഇവിടെ ഒരാളെ ജനനാളോ? പ്രത്യേകിച്ച് ലാസ്റ്റ് മോരുണ്ട്. മോര് ഒഴിച്ചു കൂട്ടി കഴിക്കും. എനിക്ക് പുള്ളിയുടെ പ്ലേറ്റ് ഒന്ന് അങ്ങനെയാണെങ്കിൽ നിനക്കും സിനിക്കും അവകാശമുണ്ട്. ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പോകാൻ അതുണ്ടാക്കിയ ആള് മാങ്ങയല്ല, അത് പൈനാപ്പിൾ. ഉറപ്പാണ് അവർക്ക്. ആ സാമ്പാർ വരട്ടെ. എങ്ങനെയുണ്ടടാ? സൂപ്പർ, നല്ല സദ്യയാണ്. ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുന്നത്. ഏതാ? ഹോസ്റ്റലിൽ വന്നിട്ട് 6 മാസമേ ഉള്ളൂ. 6 മാസത്തെ ആദ്യമായിട്ടാണ് നല്ലൊരു സദ്യ കഴിക്കുന്നത്. ആദ്യത്തെ ഓണം ഹോമിലി സദ്യയാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിയുമ്പോൾ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു. ഇക്കുവിന്റെ മമ്മി പോയി റെസ്റ്റ് എടുക്കുക. മടുത്ത് കഴിച്ചു. മമ്മി ഫുള്ള് കഴിച്ചു. എല്ലാം ക്ലീൻ ആക്കി. അതില് സംഭവം സൂപ്പർ കെവിനാണ്. അവൻ എല്ലാം പക്കയായിട്ടാണ്. ഞങ്ങള് പണ്ട് വിഷ്വൽ സംഭവത്തിന് വഴി ഇവിടെ എവിടെയാണെന്നറിയാം, സദ്യയില്ല. അപ്പൊ ഇവർ സദ്യ വേണം പറഞ്ഞു. സദ്യ പോയി ഞങ്ങൾ കഴിച്ചു. പക്ഷേ എന്റെ പ്ലേറ്റ് കഴിഞ്ഞില്ല. പക്ഷേ അവന് ആട്ടി ഉള്ളിയിട്ട് ചെയ്തു. എനിക്ക് വഴി അറിയാം അല്ലേ എങ്ങനെ കഴിക്കണം. എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലേ? നമ്മുടെ ബൈക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ വൈബ് സോങ് ഇടുമ്പോ ശരിയായിരിക്കും. വീടടച്ചിട്ട് കുറച്ച് മാസം അവിടെ രണ്ട് നെയ്ബേഴ്സ് ഇല്ലേ? കുറെ അമ്മച്ചി അവിടുന്ന് ബക്കറ്റിൽ വെള്ളം ഇങ്ങോട്ട് എടുത്തു. എങ്ങനെയുണ്ട് കവനെ? ആ സംസാരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒച്ച ഓർത്ത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നമ്മുടെ സദ്യ? സൂപ്പർ സൂപ്പർ. എടാ നീ കഴിക്കുന്നുണ്ടോ അതോ ഇങ്ങനെ നിക്കുവാണോ? കെവിൻ ഇങ്ങനെ ഇലയും പിടിച്ചിങ്ങനെ നിക്കുവാണ്. എണീക്കാൻ പറ്റുന്നില്ല. ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തരുമോ? ആ സദ്യയുടെ കൂടെ. സിമി ഇന്ദു ഇന്ദു ജെയ്സിന് കട്ടൻ ചായ വേണം. ഓ കണ്ടോ കേക്കേണ്ട താമസം. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തേ. ഏറ്റവും ഹൈലൈറ്റിംഗ് പരിപാടിയായിരുന്നു ഈ കസേര കളി പിള്ളേരുടെ. നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തതാണ് 4 പിള്ളേരും 5 കസേരയും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നേ. ഓരോ പ്രാവശ്യം വന്ന് കറങ്ങുമ്പോഴും എല്ലാവർക്കും കസേര കിട്ടുന്നുണ്ട്. പിന്നെ പിന്നെ പയ്യെ ഓരോരുത്തരും പിണങ്ങിപ്പോകും, അങ്ങ് വീണ്ടും വരും. അങ്ങനെ അവസാനമായപ്പോഴേക്കും കറക്റ്റ് 2 കസേരയും 3 ആൾക്കാരെയും വെച്ചു കേട്ടോ. അപ്പം ഒരെണ്ണം മാറ്റി അപ്പുറത്ത് കസേര വെച്ചപ്പോഴേക്കും അമ്മക്കുട്ടി ഓടിച്ചെന്നിട്ട് ഔട്ടാക്കി വെച്ചേക്കുന്ന കസേരയിൽ ചെന്നായിരിക്കണേ. അത് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയേ. അത് കഴിഞ്ഞ് ഡോഡു എന്തോ പിണങ്ങി മാറി നിൽക്കുമായിരുന്നു, വിളിച്ചിട്ടൊന്നും വന്നില്ലേ. അവസാനം കുറേ കഴിഞ്ഞ് ലാസ്റ്റ് ജയിക്കാനായിട്ട് 2 പേരും ഒരു കസേരയായിട്ട് നിന്ന സമയത്ത് വീണ്ടും ഡോഡു കയറി വന്നു. അപ്പോഴേക്കും വീണ്ടും കസേര വെച്ചപ്പോഴേക്കും അവസാനം വീണ്ടും ഈസക്കുട്ടി പിണങ്ങിപ്പോയി. എന്തിനാ പിണങ്ങിപ്പോയെന്ന് ചോദിച്ചപ്പോൾ പറയാം, ഓരോരുത്തർ കസേര മാറ്റുന്നു, പിന്നെയും കസേര വരുന്നു. ആദ്യം മുതൽ ഞാനല്ലേ നിന്നേന്ന്. ശരിക്കും ഫെയറാണ്, പക്ഷേ എന്താ ചെയ്യുക. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ഇങ്ങനെ ഓട്ടവും കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. കളിയും അറിയില്ല, പൊട്ടത്തരമാണ് കാണിക്കണമെങ്കിലും അവരുടെ കാണാനൊക്കെ അവരുടെ രസമായിരുന്നേ. അത് കുറേ നേരം ഞങ്ങളങ്ങനെ ഗെയിംസൊക്കെ കളിച്ച്
എല്ലാവരും എൻജോയ് ചെയ്തിട്ടോ. നേരത്തെ തോറ്റ ഞാൻ വീണ്ടും കേറിയിരിക്കുന്നു. എടി പെട്ടെന്ന് നിർത്തടി. എന്താ എന്താ പറ്റിയേ? അടുത്ത ആള്. അങ്ങനെ ഞങ്ങൾ അവസാനം അന്താക്ഷരിയും നമ്മുടെ കരോക്കെയൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം നല്ല കളർഫുൾ ആക്കി കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയതാണെങ്കിൽ രാത്രി ആയത് നമ്മൾ അറിഞ്ഞതേയില്ല. അങ്ങനെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഓണം നല്ല കളർഫുള്ളായി ഈ വർഷവും നല്ല വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി വയറും മനസ്സും നിറഞ്ഞ് കടന്നുപോയി. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ഞങ്ങളുടെ വക ഹാപ്പി ഓണം.